മമ്മി പേടിയാണ്. എന്തിന്? ടെസ്റ്റ് പേപ്പർ അല്ലേ ഇന്ന്? അതിന് നീ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെന്ത്? പക്ഷെ ഹിന്ദിയാ. ഞാൻ ഇന്നലെ എത്ര എണ്ണം തെറ്റിച്ചു? ഒരെണ്ണല്ലേ തെറ്റിച്ചുള്ളൂ. എന്നിട്ട് നമ്മളത് പിന്നെ പഠിച്ചില്ലേ? ആ ഫവ്യ. അങ്ങോട്ട് തരും. എന്റെ ടൈ 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 കെട്ടേ, ആദ്യം മുടി കെട്ടിട്ടെ. ടൈ എപ്പോഴും മറന്നു പോണതാ ഞാൻ. ഫൈൻ കിട്ടും. നല്ല സുന്ദരിയായിട്ട് പോകണം. കുളിപ്പിച്ച് കൊച്ചിനെ നീ ഇല്ലാക്കൂ. എനിക്ക് സമയമായിട്ടുണ്ട് കേട്ടാ. ഞാൻ എന്താ പറയണേ, എടുത്ത് വെച്ചോ. ഇനിയിപ്പോ ഒരുപാട് മതി. അവൾ എത്ര നന്നായിട്ട് ഒരുക്കൊണ്ടിരുന്ന വെച്ചാണ്. നന്നായിരിക്കുന്നേ. ആ അതിൽ നന്നായിട്ടുണ്ട്. എന്തോ നന്നായിട്ടുണ്ടോ? ചോറൊക്കെ വെച്ചാ അതൊക്കെ എടുത്ത് വെച്ച് ഇത് എപ്പോഴ് മൊത്തം തിന്നോട്ടാ കേട്ടാ. അടിപൊളി, നല്ല മെഡിക്കേറ്റ്. എല്ലാം പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തൊരു ടെൻഷനാന്നറിയോ? നോക്കട്ടെ. പഠിച്ചാ ഹിന്ദിയാ? ഏത് വിഷയം? മലയാളോ? ഹിന്ദിയാ? ആ കുഴപ്പമില്ല, അത് ശരിയാവും. ആ ഹിന്ദിയാ? അപ്പൊ സൂക്ഷിക്കണം, അപ്പൊ ശ്രദ്ധിക്കണം. അല്ല അവള് മെഡിക്കേറ്റ് കുഴപ്പമില്ല. ഭംഗിയായിട്ട് പഠിപ്പിച്ചു. ഹമാരാ തുമാരാ ഇടപാട് രഹിഹേ. ഒരുപാട് തള്ളിയാ. ഇതെന്താന്ന് തക്ലിമോൾ ഇവിടുന്നാണ് റെഡി ആയത്? അവിടെ എന്തേ? അവിടെ ഉള്ളവരൊക്കെ പോയി അമ്മാവൻ്റെ പോയി. തങ്കം നേരെ അമ്മാവനെ കാണാൻ പോയി. എന്ത്? അമ്മാവന്റെ തലയിൽ ഒരു തേങ്ങ വീണ്. തേങ്ങ ഒരു വെള്ളക്ക് വീണപ്പോൾ പക്ഷെ അമ്മാവന് പേടിച്ചിട്ട് തേങ്ങ ആയിട്ട് തോന്നി. നീ പേടി പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയാണല്ലോ നിനക്ക്. നീ അതിനെക്കാടും വലിയ പേടിച്ചു പറഞ്ഞല്ലേ. അമ്മാവനെ നാത്തൂനെ കാണുമെന്ന് പറഞ്ഞു. നാത്തൂനെ അങ്ങോട്ട് പോയി രാവിലെ. ഈ അബോധാവസ്ഥ കിടക്കാണല്ലോ പുള്ളി. അപ്പൊ ആദ്യം ആവശ്യപ്പെട്ടത് അതിനു മുമ്പ് എന്റെ കൊടലേന്ന് പറഞ്ഞ അമ്മ എടുത്ത ഓടി ഉണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ വല്ല രണ്ടാളും കൂടി അങ്ങോട്ട് പോയിണ്ടാവും അല്ലേ? ആരുണ്ടായിരുന്നു? ക്ലീറ്റോയും തങ്കും കൂടി. ക്ലീറ്റോ വേറെ വഴിക്കല്ലേ പോയത്? തങ്കം വേറെ വഴിക്ക്, ക്ലീറ്റോ വേറെ വഴിക്ക്. അത് രാവിലെ അവര് ഒന്നും രണ്ടും പറഞ്ഞ് ഭയങ്കര ഇടിയായിരുന്നു അവിടെ. ആര് തങ്കം അടിച്ചാ ക്ലീറ്റോനെ? നാത്തൂനല്ല ഇടിച്ചത്. ക്ലീറ്റോ ചേട്ടൻ നാത്തൂന്റെ തോളത്തിട്ട് എങ്ങാണ്ട് തട്ടിന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു. ഓ, ക്ലീറ്റോ തങ്കത്തിന് തല്ലിയ? ക്ലീറ്റോനെ സമ്മതിക്കണല്ലേ? ഞാനൊക്കെ ഉണ്ടല്ലോ ഷാഹിദിന്റെ നേരെ ഒന്ന് കൈ വാങ്ങിട്ട് പോലില്ല. അതാണ് സ്നേഹം. ഓ, സ്നേഹം കൊണ്ടൊന്നല്ല. നിനക്കറിയാം ഇപ്പൊ ഉണ്ടല്ലോ ആണുങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പെണ്ണുങ്ങൾ ഒരു പെറ്റീഷൻ എഴുതിങ്ങാണ്ട് വനിതാ കമ്മീഷനിൽ കൊടുത്താൽ മതി. ജീവിതകാലം മൊത്തം കയറി ഇറങ്ങേണ്ടി വരും. അറിയാനക്ക് ഇങ്ങനെ പേടിച്ചിരുന്ന കാര്യമില്ലടാ. തല്ലേണ്ട അവസരം തല്ലി കൊടുക്കണം. ഇത് തല്ലുവോളെ പിന്നെന്താ അങ്ങനെ ഒരു അവസരം തല്ലി കൊടുക്കും. ഒന്ന് തല്ലി നോക്കിക്കേ. ഏട്ടൻ തല്ലതില്ലെന്ന് എനിക്കറിയാം. ഏട്ടന്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. പോയില്ലേ മോള് വാ കേറിക്കോ. ഞാൻ ഇറങ്ങി കൊടുക്കാം. ബാഗ് ബാഗ് കൂടെ വെച്ചോളാം. കേറി സൂക്ഷിച്ചിരിക്കണേ. പതുക്കെ പോവൂലേ? നന്നായിട്ട് എഴുതണേ. നല്ല ഓർത്ത് എഴുതണം കേട്ടോ. എന്തേ സംശയം ഉണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. വേണ്ട നീ ദയവേത് തുറക്കല്ലേ. പഴുത്തില്ലല്ലേ എണ്ണ ഇത്? നാളത്തേക്ക് പഴം സാറേ, നാളത്തേക്ക് പഴം. ഇപ്പൊ നാളെ എനിക്ക് തിന്നത് തോന്നണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? ആ പച്ച ഗ്രേപ്സ് ഒരെണ്ണം എടുത്തേ. ഇതാ കഴിക്കണം. എന്ത് വില കിലോ? 100 രൂപ സാറേ, 1 കിലോ 100 രൂപ. 100? അതെ. ഓ ഭയങ്കര പുളി. സീസൺ അല്ലല്ലോ സാറേ ഇപ്പം. ഭയങ്കര പുളിപ്പോട്ടോ. ഈ ഓറഞ്ച് അത് വില കിലോ 120 കുറച്ചുകൂടെ പുളി കാണും. ഈ ഫ്രൂട്ട്സ് എല്ലാം പുളി തന്നെ. മധുരമുള്ള ഒരു ഫ്രൂട്ട്സും ഇല്ലേ നിന്റെ ഇടയിൽ? ഇപ്പൊ അല്പം മഴ സമയമല്ലേ. ഓ എവിടെ പോയി? ഞാൻ തക്ലിമോളെ ഒന്ന് സ്കൂൾ ബസ് കയറ്റിയിടാൻ പോയതാ. ഞാൻ വീട്ടിൽ ചെന്നപ്പം കനകൻ അവളെ കൊണ്ടുവിടാൻ പോവാ. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി കയറ്റി ഞാൻ കൊണ്ടുവിടാറുണ്ട്. അങ്ങനെ ഞാൻ കയറ്റി വിടാൻ പോയതാ. ഓഫീസിൽ പോകണം, പക്ഷെ ഇന്ന് ലീവാക്കി. ഞാൻ ചെന്നിട്ട് വേണം വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് എനിക്ക് മുമ്പ് കഴിക്കും. എടാ ഭാര്യയുണ്ട്. സംഭവം എന്താന്ന് ചോദിച്ചാല് ഞാൻ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് വരുന്ന വഴിക്ക് ഉമ്മയും പെണ്ണുങ്ങളും തമ്മിൽ പൊരിഞ്ഞ കച്ചറ. ഇത് കണ്ടിട്ടുമ്പോൾ ആണുങ്ങൾ എത്ര സഹിച്ച് നിൽക്കും? സഹിക്കാൻ പറ്റുമോ? ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്ത് ഇടത്തെ തോന്നുന്നു. പിന്നെ ഉമ്മനെ തല്ലാൻ പറ്റുമോ? കൊടുക്കേണ്ടത് സമയത്ത് കൊടുക്കണം. അതെ. ഈ തല്ലും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതാ.
പിന്നെ ഞാൻ ഉമ്മനെ വിളിച്ചപ്പോഴല്ലേ കാര്യം അറിയണത്. ഓള് പിണങ്ങി ഇറങ്ങി വീട്ടിൽ പോയാടാ. പോയാ ആ അപ്പൊ ഇനി കഴിക്കണേ ഞാൻ ഉണ്ടാക്കണ്ടേ? ഇവിടെ ആണുങ്ങൾ തോറ്റു കൊടുക്കരുതല്ലോ. അങ്ങനെയൊന്നും പെടണ്ട. നമ്മൾ ആഹാരമൊക്കെ ഉണ്ടാക്കിയാലും പെണ്ണുങ്ങൾ അങ്ങനെ അഹങ്കാരം കാണിക്കില്ല. ഒരു കല്ലുകൊണ്ടെന്ന് പറഞ്ഞിട്ട് നീ അവൾ ഇറങ്ങി പോയി പോട്ടെന്ന് വെക്ക്. അങ്ങനെയുള്ള സാധനം എന്തിനാ നമുക്ക് വേണ്ട. പിന്നെ അവള് പോയത് നിന്റെ പിടിപ്പ് കേടുണ്ട്. അതായത് അവള് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ആണുങ്ങളെ പിടിപ്പ് കേട്. അതെ, അത് ആണുങ്ങളെ പിടിപ്പ് കേടാണ്. ഇന്നേ ഇതുപോലെ ഒരു ചെറിയ വിഷയം എന്റെ വീട്ടിൽ ഉണ്ടായി. ഞാനും തങ്കമായിട്ട് 1-2 ഒക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ഉടക്കി ഒരൊറ്റ അടി അങ്ങോട്ട് വെച്ചു കൊടുത്തു. തങ്കമല്ല, തങ്കത്തിന് ഞാൻ കൊടുത്തു. നിന്റെ വീട്ടിലെ കാര്യമല്ല, എന്റെ വീട്ടിലെ കാര്യമാണ്. കൊടുത്തിട്ടെന്താ കൊണ്ടോണ്ട് പൂച്ചയെ പോലെ ഒരിടത്ത് മിണ്ടാതെ കിടപ്പുണ്ട്. പെണ്ണുങ്ങള് അങ്ങനെ ആയിരിക്കണം, നമ്മൾ അങ്ങനെ ആക്കി എടുക്കണം. നിന്റെ പോലെയോ നിന്റെ പിടിപ്പ് വിടുകൊണ്ട. എന്റെ തങ്കമുണ്ടല്ലോ, ഞാനെന്ന് പറഞ്ഞ് വിറയ്ക്കും. അതെ നിന്റെ ഭാഗ്യം കേട്ടോ, ഇങ്ങനെ അടക്കം ഒതുക്കുള്ള ഒരു ഭാര്യനെ കിട്ടില്ല എനിക്ക്. ഭാഗ്യാണ്. അതൊക്കെ യോഗം വേണം അവിടെ, പറഞ്ഞിട്ട് കാര്യമില്ല. Alien versus Alien.